നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ വീണ്ടും ആശങ്കയിലാക്കുന്ന നടപടികളിലേക്ക് കടക്കുകയാണ് കുവൈത്ത്. ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ പ്രഖ്യാപിക്കുമെന്ന് കരുതിയിരുന്ന റമസാനിൽ പോലും രക്ഷയില്ലാത്ത നീക്കങ്ങളാണ് അധികൃതർ നടത്തുന്നത്. ഇളവുകൾ പോയിട്ട് ഉള്ള ജോലി കൂടെ പോകുമോ എന്നതിൽ ആശങ്ക തുടരുകയാണ്. അതായത് ഇന്ത്യക്കാർ ഉൾപ്പെടെ 10,000 തൊഴിലാളികളുടെ ലേബർ പെർമിറ്റുകൾ റദ്ദാക്കാൻ അതിവേഗ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കുവൈത്ത്. രാജ്യത്തെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും സാധുത ഇല്ലാത്തതുമായ 10,000-ലധികം വർക്ക് പെർമിറ്റുകളാണ് നടപടി പ്രകാരം റദ്ദാക്കുക. ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ച് ഈദൽ ഫിത്തർ അവധിക്ക് ശേഷം പെർമിറ്റ് റദ്ദാക്കൽ നടപടികൾ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതുപ്രകാരം ആദ്യഘട്ടത്തിൽ ഏപ്രിൽ 25-ന് ശേഷം 2,500 പേർക്ക് തൊഴിൽ പെർമിറ്റ് നഷ്ടമാകും. വർക്ക് പെർമിറ്റ് റദ്ദാക്കുന്നതിലെ ആദ്യ തരംഗമെന്നാണ് നടപടിയെ വിലയിരുത്തുന്നത്. വർക്ക് പെർമിറ്റ് നടപടികളിലെ 35-ാം ആർട്ടിക്കിൾ അനുസരിച്ചാണ് നടപടി. വർക്ക് പെർമിറ്റുള്ളയാൾ പ്രത്യേക അനുമതിയില്ലാതെ 6 മാസത്തിലധികം വിദേശത്തായിരുന്നാൽ പെർമിറ്റ് ഓട്ടോമാറ്റിക്കായി റദ്ദാക്കാനുള്ള വകുപ്പാണ് ഇത്. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസിയുടെ പ്രത്യേക അനുമതി എടുക്കാതെ വിദേശത്തായവരുടെ വർക്ക് പെർമിറ്റാണ് റദ്ദാവുന്നതിൽ ഏറിയ പങ്കുമെന്നാണ് റിപ്പോർട്ട്. വിദേശത്തായിരിക്കുന്ന സമയത്ത് വർക്ക് പെർമിറ്റ് കാലാവധി കഴിഞ്ഞവയും ഇത്തരത്തിൽ റദ്ദാക്കും. വിദ്യാഭ്യാസവും മറ്റ് രേഖകളിലും കൃത്രിമത്വം കാണിച്ച് പെർമിറ്റ് നേടിയവരുടെയും വർക്ക് പെർമിറ്റ് ഇത്തരത്തിൽ റദ്ദാക്കുന്നവയിൽ ഉൾപ്പെടും. ഏറെക്കാലമായി നടക്കുന്ന ഓഡിറ്റുകളുടെയും വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് തീരുമാനം നടപ്പിലാക്കുന്നത്. സൊസൈറ്റി ഓഫ് എഞ്ചിനീയേഴ്സ്, അക്കൗണ്ടന്റ്സ് സൊസൈറ്റി എന്നിവയിൽ നിന്നുള്ള വിവരങ്ങളും നടപടിക്കായി ശേഖരിച്ചിട്ടുണ്ട്. അനധികൃത മാർഗങ്ങളിലൂടെ വർക്ക് പെർമിറ്റ് സ്വന്തമാക്കിയ പശ്ചാത്തലമുള്ള ആർക്കും തന്നെ ഇനിമേൽ വർക്ക് പെർമിറ്റ് നൽകില്ലെന്നും മാൻപവർ അതോറിറ്റി വ്യക്തമാക്കി. റെസിഡൻസ് പെർമിറ്റ് വിതരണവുമായി സംയോജിപ്പിച്ച് ഈ നടപടിയും മുന്നോട്ടു പോകും. ഇതുമൂലം വർക്ക് പെർമിറ്റ് റദ്ദാക്കപ്പെടുന്നവർ സ്വാഭാവികമായും അനധികൃത താമസക്കാരായി മാറും. കുടിയേറ്റ തൊഴിലാളികളുടെ എണ്ണത്തിലുണ്ടായ വർധനവ് നിയന്ത്രിക്കാനാണ് ഈ നീക്കമെന്നാണ് സൂചന. അതേസമയം സ്വദേശവത്കരണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കുവൈത്തിൽ പ്രവാസി ജീവനക്കാരുടെ തൊഴിൽ കരാർ അവസാനിപ്പിക്കാനുള്ള ഉത്തരവ് വാണിജ്യ മന്ത്രി മാസൻ അൽ നഹേദ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിരുന്നു. വാണിജ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രാലയ അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അൽ അൻസി ഇത് സംബന്ധിച്ച ഉത്തരവും പുറപ്പെടുവിച്ചു. രാജ്യത്തെ തൊഴിൽ അവസരങ്ങൾ പരമാവധി സ്വദേശവത്കരിക്കാനുള്ള നയം തുടരുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ടൈപ്പിസ്റ്റുകൾ, അക്കൗണ്ടന്റുമാർ, നിയമകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, സാങ്കേതിക വിഭാഗം, ആസൂത്രണ മേഖല, നിയന്ത്രണ, ഉപഭോക്തൃ സംരക്ഷണ മേഖല, സാമ്പത്തിക കാര്യങ്ങൾ, അതുപോലെ കോർപ്പറേറ്റ് മേഖല തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികളെയാണ് പിരിച്ചുവിടുന്നത്. ഇവരുമായുള്ള തൊഴിൽ കരാറുകൾ ഈ വർഷം ജൂൺ 29-ന് അവസാനിപ്പിക്കുന്ന തരത്തിൽ നോട്ടീസ് നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.